ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇത് എന്താ പറയുക, മോർണിംഗിൽ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ്. കുഞ്ഞിന് എൻ്റെ മോൾക്ക് സ്കൂളിലേക്കുള്ള ലഞ്ച് പ്രിപ്പയറിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ അവൾക്ക് കൊഞ്ച് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് ഉള്ളിയും കടുവൊക്കെ പൊട്ടിച്ച് ഉള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് നല്ല രീതിയിൽ വഴറ്റി എടുത്തിട്ട് എന്താ പറയുന്നത്, ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ അരപ്പും കൂടി അതിനകത്തോട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ കൊഞ്ചരച്ച് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ ആയി അതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് അപ്പം കൊഞ്ചിൻ്റെ ഏകദേശം കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. അതിനെ ഒന്ന് റോസ്റ്റായി വന്നാൽ മാത്രം മതി. അതിനുശേഷം ഇനി നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. വലിയ കൊഞ്ചായിരുന്നു കേട്ടോ, വലിയ കൊഞ്ചായിരുന്നു. ഈ കൊഞ്ച് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു സാധനം. ഇനി ഒരു തോരനോട് വെക്കുന്നുണ്ട്, പയറ് തോരനാണിത്. പയറ് തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡിയാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇട്ട് ഇനി അത് പൊത്തി വെച്ച് നല്ല രീതിയിൽ വേവിക്കണം. അപ്പോൾ ഇതാ മീൻകറി ഉണ്ട്. മീൻകറി കഴിഞ്ഞ ദിവസത്തെ മീൻകറിയാണ് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അയലക്കറിയാണ്. പയറ് ഏകദേശം ഇപ്പം വെന്തിട്ടുണ്ട്, പകുതി വേവായി. ഇതൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് പൊതി കെട്ടാം. ഇത് ഞാൻ മോക്കല്ല പൊതി കെട്ടുന്നത്, ഇത് ചേട്ടായിക്കാണ് പൊതി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ വാഴയിലയിൽ നമ്മൾ കെട്ടുന്ന ആ പൊതിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ആ പൊതി അഴിക്കുമ്പോൾ നമുക്ക് എന്താ വല്ലാത്തൊരു ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ കൊഞ്ച് റോസ്റ്റ്. അപ്പോൾ ചമ്മന്തി വെച്ചു, കൊഞ്ച് റോസ്റ്റ് വെച്ചു, വാഴയില പൊതിഞ്ഞ്, അത് അച്ചാറ്, മെഴുക്ക് പുരട്ടി, തോരൻ, ഇതെല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ബായ്. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.